ഹായ് ഗൈസ്, നാട്ടിൽ അമ്പലത്തിൽ ഉത്സവമായിരുന്നു. അപ്പം ഉത്സവം കഴിഞ്ഞിട്ട് 2-3 ദിവസമായി. ഞാൻ എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടില്ല. 2 അമ്പലത്തിൽ ഉത്സവ ഗൈസ്, കൊയിലോത്തും കോട്ടയിലും. അപ്പം ഫുള്ള് റോഡുമിലൊക്കെ ലൈറ്റ് വർക്കൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കൊയിലോത്ത് നിന്ന് കോട്ടയിലേക്ക് ഫുൾ നടന്ന് അങ്ങനെ കോട്ട വരെ പോയിക്കില്ല, അത് നല്ല ലോങ്ങാണ്. അപ്പോൾ കുറച്ച് ദൂരം വരെ പോയി. പിന്നെ അവിടെ കസിൻ്റെ വീടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കയറി പിന്നെ തിരിച്ച് വരുന്നേരം ഏച്ചി ഡ്രസ്സ് മാറ്റി ഗൈസ്. അവിടെ ഏച്ചീൻ്റെ ഒരു ഡ്രസ്സ് ഏച്ചിട്ടേനെ മേലെ അങ്ങ് എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് തിരിച്ച് വന്ന് ഞങ്ങൾ ഫസ്റ്റ് തന്നെ കോളിഫ്ലവറിലാണ് തുടങ്ങിയത്. ഫസ്റ്റ് ഇത് വാങ്ങിയിട്ട് അത് തിന്ന് പിന്നെ നേരെ ചന്തയിലേക്ക് പോയി കാതിലൊക്കെ നോക്കി. പിന്നെ ഈ ഒരു സാധനം അങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നതിൻ്റെ പേര് എനിക്കറിയില്ല. അത് നീ നല്ല രസമുണ്ട് ഗൈസ്. ഒരു ചെറുതിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ആക്കട്ടെ എന്ന് വെച്ച് എന്നോട് പറഞ്ഞത് ഞാൻ ഒന്നാക്കി നോക്കി. നല്ല രസമുണ്ട് സൗണ്ട് കേൾക്കെ. പിന്നെ അത് കഴിഞ്ഞാൽ ചന്തയിലൊക്കെ വെറുതെ കയറി ഇറങ്ങി 2 നെയിൽ പോളിഷൊക്കെ വാങ്ങി. വേറെ ഒന്നും വാങ്ങിയില്ല. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഉപ്പിലിട്ട കഴിക്കാൻ പോയി ഗൈസ്. ഉപ്പിലിട്ട കണ്ടാൽ ഞാൻ അവിടെ വിൽക്കും. ഫസ്റ്റ് തന്നെ അരിനെല്ലിക്ക വാങ്ങി മുളകൊക്കെ ഒഴിച്ച് കഴിച്ച് അത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു കൈത ചക്ക ഉപ്പിലിട്ട വാങ്ങി. എല്ലാം ഒന്നൊന്ന് വാങ്ങി ട്രൈ ചെയ്തതാണ് ഗൈസ്. ഫ്ലോപ്പായി പോണ്ടല്ലോ. അങ്ങനെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ പേരയ്ക്കയും വാങ്ങി ട്രൈ ചെയ്ത്. അന്നേരമാണ് റോഷി ചേച്ചീനെ കണ്ടതാണ് ഗൈസ്. പിന്നെ ഞങ്ങൾ കൈത ചക്ക നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് അത് വീട്ടിലേക്ക് 3-4 എണ്ണം വാങ്ങി. പിന്നെ പാനിപ്പൂരി കഴിക്കാൻ പോയി. പാനിപ്പൂരി അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു ഗൈസ്. വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ അങ്ങനെ അതിലൂടെ പോകുന്നേരമാണ് ഒരു പീടിയിൽ പിസ്സ കണ്ടത്. അപ്പം അവിടെ കയറി അതും വാങ്ങി. പിന്നെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് പീസും ഒരു ലൈമും വാങ്ങി. അന്നേരം ആടത്തെ ഏട്ടൻ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൈതച്ചക്കേൻ്റെ ജ്യൂസൊക്കെ തന്നു ഗൈസ്. അങ്ങനെ അതൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ.